ഹല്ലേലൂയ. മഹത്വം 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 മഹത്വം. പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു സന്ധ്യാസമയം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. ഈ 2025 മാസം 7-ാം തീയതിയുടെ സന്ധ്യാസമയം കർത്താവ് നമുക്ക് ദാനമായി നൽകി. കഴിഞ്ഞ 6 മാസവും അത്ഭുതമായി കർത്താവ് നമ്മളെ ഉള്ളങ്കയിൽ വഹിച്ച് നമ്മുടെ തലമുറകളെ, ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ, ദൈവദാസന്മാരുടെ കുടുംബങ്ങളെ, ദൈവമക്കളുടെ കുടുംബങ്ങളെല്ലാം ആയിരിക്കുന്ന സ്ഥാനത്ത് രാജ്യത്ത് കർത്താവ് വഹിച്ചനായി സ്തോത്രം ചെയ്യുന്ന ആപത്വമാനത്ത് നിറഞ്ഞ ഈ ലോകത്തിൽ സ്വന്തം വലിയൊരു കർത്താവിൻ്റെ വിഷയമത്തോടെ പരിപാലിച്ചൊരു സന്ധ്യാസമയം കൂടി ഭീമാപ്പയർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സന്ധ്യാസമയത്ത് യോഗത്തിൽ നമുക്ക് കൂടുവാൻ കർത്താവ് നൽകുന്ന എല്ലാ സാവകാശനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവത്തിന് ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആത്മാവിൽ പാടി സ്തുതിക്കുവാൻ സ്തോത്രം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വി എ ജോസ് ബ്രദറിനായി നമുക്ക് സ്തോത്രം ചെയ്യാം, കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. അതുപോലെ സ്തോത്രം ചില വിഷയങ്ങൾ മധ്യസ്ഥയായി പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നല്ലോ. ശേഷം കർത്താവിൻ്റെ ജീവന്റെ വചനം നാം ശ്രമിക്കുന്നത് എല്ലാവർക്കും അത് അനുഗ്രഹപ്പെടുന്നതായി തീരുവാൻ അതിനുവേണ്ടി നിയുക്ത കർത്തദാസി സൗമ്യ ബിനുനായി സ്തോത്രം ചെയ്യുന്ന കുടുംബമായി കർത്താവ് അവരെ അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യട്ടെ. ഹല്ലേലൂയ. ജോയിൻ ചെയ്യാനുള്ളവരെയും കർത്താവ് സമയത്ത് കൂട്ടി വരുത്തട്ടെ. ഒരു തടസ്സമില്ലാതെ ദൈവസ്ഥനെ ഒരുമിച്ച് ഈ 7-ാം മാസം 1-ാം തീയതി നമുക്ക് ഒരുമിച്ച് കർത്താവ് സന്തോഷിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ മാസവും അതേ ഒന്നിനും ഒരു മുടക്കമില്ലാതെ കർത്താവ് നമ്മളെ നടത്തി. അതേ തന്നിൽ ആശ്രയിക്കുന്നവരെ താൻ അറിയുന്നു എന്ന വചനം പറയും പോലെ തങ്ങൾ ആശ്രയം വെക്കുന്നവരെ താൻ അറിയുന്ന ദൈവമാകിയ സ്തോത്രം. ആ കർത്താവിൽ അന്ത്യം വേറെ ആശ്രയം വെക്കുവാൻ കർത്താവ് ആത്മാ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാജാതിരാജാവും കർത്താവുമായ ഞങ്ങളെ സ്വർഗീയപിതാവാം ദൈവമേ, ഈ 2025 വർഷം ജൂലൈ മാസം 1-ാം തീയതി സന്ധ്യാസമയത്തിനായി ഞങ്ങളെ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 6 മാസവും പ്രത്യേകമായി 6 മാസത്തിലെ 30 ദിവസം അത്ഭുതമായി ഭീമാപ്പയർ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും പ്രാർത്ഥനാ സഹകാരികളെയും കുടുംബങ്ങളെയും ദേവദാസന്മാരെ ദൈവമക്കളെല്ലാവരെയും കർത്താവ് ഉള്ളങ്കയിൽ വഹിച്ചല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്തോത്രം കർത്താവെ, ഞങ്ങളെ വാർദ്ധക്യ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ജോലിക്കാരെ, മറ്റുള്ള ദൂരരാജ്യങ്ങളിലുള്ളവരെല്ലാം കർത്താവ് അത്ഭുതമായി നടത്തിയതായി സ്തോത്രം ചെയ്യുന്ന ഈ 7-ാം മാസം കാടുമാറാക്കി കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ 7-ാം മാസത്തിലെ ഓരോ ദിവസങ്ങളും 31 ദിവസം ഈ കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കപ്പെടുവാൻ ആത്മീയമായി, ഭൗതികമായി, സാമ്പത്തികമായി, ശാരീരികമായി കർത്താവിനെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുന്നേറുവാൻ ദൈവത്തിന് ആത്മാ നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് വരെ നമ്മളെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഒന്നും മറക്കാതെ സ്തോത്രം അത് കരുതിക്കൊള്ളുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. ഈ സന്ധ്യാസമയത്തെ കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യാം. ആത്മാവിൽ പാടി സ്തുതിക്കുവാൻ സ്തോത്രം, കർത്താവിന്റെ വചനങ്ങൾ ധ്യാനിപ്പാൻ, പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ജോയിൻ ചെയ്തവർക്കായി സ്തുതിക്കുന്നു. ജോയിൻ ചെയ്യുന്നുള്ളവരെ കർത്താവ് സമയത്ത് കൂട്ടി വരുത്തട്ടെ. ഇന്ന് സന്ധ്യാസമയം ലോകമെമ്പാടും നടത്തപ്പെടുന്ന എല്ലാ ആത്മീയക്കൂട്ടങ്ങളെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ പ്രവർത്തിക്കായി സ്തോത്രം. വിജയമായ ജയകുമാരി സോറി കർത്താവ് എത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. കാര്യങ്ങൾ ചെയ്യുവാൻ തൻ്റെ കർത്താവിൻ്റെ ആത്മാവ് തന്നെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ക്ഷീണിച്ചു പോകുന്ന സ്ഥാനങ്ങളെല്ലാം കർത്താവ് തന്നെ അത് നിവർത്തുമാറാക്കി കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തൻ്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ പ്രാർത്ഥനയായി സ്തുതിക്കുന്ന അനുഗ്രഹീഷനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സന്ധ്യാസമയം കൂടി വന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. റീമ പ്രയർ മിനിസ്ട്രിയിലെ ഈ സന്ധ്യാസമയത്തെ പ്രാർത്ഥന കൂട്ടായ്മയിൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ, ആരാധിപ്പാൻ ഏക മനസ്സോടെ ആത്മാവിൽ കർത്താവ് നമുക്ക് നൽകുന്ന സാവകാശനായ സ്തോത്രം. കർത്താവിന്റെ സ്തോത്രം. അത് കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. വി ജെ ജോസ് ബ്രദറേയും അതേ സഹോദരി അതെ പാട്ടുകൾ പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാൻ അവരോട് ചേർന്ന്, അവർ മാത്രമല്ല അവരോട് ചേർന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിപ്പാൻ ദൈവം നമ്മളെയും സഹായിക്കട്ടെ. തുടർന്ന് സമയങ്ങൾ അവരതിനായി ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. കേൾക്കാം. കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. സ്തോത്രം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേൻ മനുവേലനെ ദുതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ ദുതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ അവനെന്റെ രക്ഷകൻ അവനെനിക്കുള്ളോൻ ബലമുള്ള ഗോപുരമാവത്തിൽ
ആദിവ്യ തേജസ്സിനഭിഷേകത്ത എന്നെ ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനേ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനേ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനേ. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. അനവധി നന്മകൾ അവനെ തരുന്നു. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. അനവധി നന്മകൾ അവനെ തരുന്നു. അവനുപനിധി അവസാനത്തോളവും കാക്കുവാൻ ശക്തനല്ലോ. അവനുപനിധി അവസാനത്തോളവും കാക്കുവാൻ ശക്തനല്ലോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടും മാനുവേ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനേ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനേ. വളരെ സഖികളിലധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം. വളരെ സഖികളിലധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം. പരിഭ്രമിക്കുന്നില്ല സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനേ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനേ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനേ. ഉയരത്തിലുണ്ട് അവിടെ ഒരുക്കുന്ന ഭവനമൊന്നു. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട് അവിടെ ഒരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിൽ എന്നെ ചേർത്തി മണവാളൻ വന്നിടുമേ. ആ വീട്ടിൽ എന്നെ ചേർത്തിലും മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടും മനുവേലനേ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരൻ മണവാളനേ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരൻ മണവാളനേ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരൻ മണവാളനേ. സ്തോത്രം. ഒരു പാട്ട് കൂടി നമുക്ക് ചേർന്ന് പാടാം. എനിക്കായി കരുതുമെന്നു രക്ഷകനേ. എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നു രക്ഷകനേ. എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഒന്നും ചുമത്തുന്നെല്ലാം നിന്റെ ചുമൽ. എനിക്കായി കരുതുവാൻ ഒന്നും ചുമത്തുന്നെല്ലാം നിന്റെ ചുമലേ. ഭക്ഷണമില്ലാതെ പാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനന്റെ ഒരു ഭക്ഷണമില്ലാതെ പാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനന്റെ അടുക്കൽ വരും. അപ്പം ഇറച്ചി വളരത്തിൽ തരും
ഉറവയിൻപോടെനിക്കു അപ്പോമിറച്ചി വകാരത്തിൽ തരും ശിവ ഉറവയിൻപോടെനിക്കു ദാഹം തീർത്തിടും എനിക്കായി കരുതാമെന്ന് എനിക്കൊട്ടും ഭയമില്ല എനിക്കായി കരുതുവാൻ ഭാരമെല്ലാം എനിക്കായി കരുതുവാൻ ഭാരമെല്ലാം ക്ഷാമേറ്റു സാരാപത്തു അമിത്തിനാൻ ഹരിക്കുവാൻ ഒരു ക്ഷാമേറ്റു സാരാപത്തു അമിത്തിനാൻ ഹരിക്കുവാൻ ഒരു കലശിലെ മാവുലസം കുറയുണ്ട് കലശത്തിലൊഴുകിയിടുന്നേ കലശിലെ മാവുലസം കുറയുണ്ട് കാവലും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. സ്തോത്രം. ജോസ്ഫിൻ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത് നമുക്കായി എനിക്കായി കരുതുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ, ആ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കഴിഞ്ഞ 6 മാസവും മാത്രമല്ല ഈ 7-ാം മാസം 1-ാം ദിവസം ഈ സന്ധ്യാസമയം വരെ അനുഭവിപ്പാൻ കർത്താവ് നമ്മൾ കരുണ കാണിച്ചല്ലോ. അവനെ തന്നെ ആശ്രയം വെച്ച് മുന്നേറുവാൻ നമ്മുടെ ജീവിതം
കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സ്തോത്രം. കുടുംബത്തെ കർത്താവ് ആത്മീയമായ ഭൗതികമായ സാമ്പത്തികമായ ശാരീരികമാനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ അവരെ ആവശ്യങ്ങൾ അവരെ ഭാവിയെല്ലാം കർത്താവിനെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കും, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരു തവണ കൂടി കടന്ന എല്ലാ മക്കൾക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു. റീമാ പ്രയർ മിനിസ്ട്രിയുടെ ജൂലൈ മാസത്തിന്റെ 1-ാം സന്ധ്യാസമയം നമുക്ക് ഇങ്ങനെ പോകാൻ കർത്താവ് സാവകാശം ഒരിക്കലോ അതോർത്ത് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ ആസ്വദിക്കുന്ന ചില വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. മേഴ്സി ചെറിയാൻ ആൻറ്റി ഡൽഹിന്ന് മ്യൂട്ട് ചെയ്യണേ. മേഴ്സി ചെറിയാൻ മ്യൂട്ട് ചെയ്യണം. ഓക്കെ താങ്ക് യു. കർത്താവ് നമ്മളെ അവിടെ ഇവിടങ്ങളായിട്ടൊക്കെ കർത്താവ് വഹിച്ചല്ലോ. അത് ആപത്തും അനർത്ഥം എന്ന ഈ ലോകത്തിൽ യുദ്ധങ്ങളും ക്ഷാമങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ സ്തോത്രം വ്യാധികൾ, ഹല്ലേലൂയ സ്തോത്രം, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, കുഞ്ഞുങ്ങൾ പോലും അതേ സ്തോത്രം ഹല്ലേലൂയ സ്വസ്ഥ ഇല്ലാത്ത ജീവിതം നയിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് നമ്മോട് കരുണ കാണിച്ച് നമ്മളെ വഹിച്ചനായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയം വിവിധ വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അതേ നാഹൂമിൻ്റെ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുന്നു. യഹോവ നല്ലവനല്ലോ, കഷ്ടകാലത്ത് കഷ്ടദിവസത്തിൽ അവൻ അതേ സ്തോത്രം അവൻ ശരണമാകുന്നു. തന്നെ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്ന ദൈവമാകിയ സ്തോത്രം. തന്നെ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്ന ദൈവം, അവരെ വിടുവിക്കുന്ന ദൈവം. അതേ അവൻ നല്ലവനല്ലോ, സ്തോത്രം. ആ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ 7-ാം മാസം ഓരോ ദിവസവും അനുഭവിപ്പാൻ നമ്മുടെ കുടുംബങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, സുവിശേഷ വേലകളിൽ, സഭകളിൽ, ദേശങ്ങളൊക്കെ അനുഭവിപ്പാൻ, പൂർണ്ണമായി അനുഭവിപ്പാൻ കർത്താവാൽപ്പാൻ നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് സമയങ്ങളിൽ ചില വിഷയങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പേര് പറയുന്നില്ല, പറയുന്ന വിഷയങ്ങൾ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. ടീച്ചർ പേരാണ് എങ്കിലും മക്കളും ഓക്കെ. എല്ലാവരും പറയാനില്ലേ? ഓക്കെ. എൻ്റെ പ്രാരംഭമായ ഒരു വിഷയം നമുക്ക് പ്രത്യേകമായി വടക്കേണ്ടിയിലും അല്ലാതെ കേരളത്തിലും ലോകത്തിലും എനിക്ക് ഇച്ചിരി കയറാൻ ഇച്ചിരി മറ്റൊരു ആവശ്യം ഉണ്ടായിരുന്നെ നമ്മുടെ ഫോണിന്റെ തന്നെ, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ലേറ്റ് ആയത്. സോറി. സ്തോത്രം. നമ്മുടെ അടുത്ത 7, 8, 9 തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം നമ്മുടെ റേമ പ്രയർ മിനിസ്റ്റർ ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായിട്ട് നല്ല ദൈവിക സന്ദേശങ്ങൾ കേൾക്കണം. അതുപോലെ യുവജനം എല്ലാം കൂടി വരണം നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ. സ്തോത്രം. ഈ സൂം കർത്താവ് ആഗ്രഹിക്കും പ്രകാരം ഒരു ആത്മീയത ഒന്നുകൂടി ആത്മീയമായ മറ്റൊരു തലത്തിലേക്ക് കയറുവാൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം, നമുക്ക് കടന്നു വരുന്നവർക്കെല്ലാം ഇത് ജോയിൻ ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹമായി തീരണം. നമ്മുടെ നിത്യതയിലേക്കുള്ള സ്തോത്രം നല്ലൊരു വഴിയായി തീരുവാൻ അതിനായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ സ്തോത്രം ദൈവഹിതമായാൽ നമുക്ക് ഒരു ഓപ്പൺ എയർ മീറ്റിംഗ് ഓഗസ്റ്റ് 24-ാം തീയതിയാണ് 6 വർഷം പൂർത്തിയാകുന്നത്. എന്നാൽ ആ കൃത്യ ഡേറ്റ് ഇപ്പൊ ഈ മഴയും കാലാവസ്ഥയൊക്കെ കൊണ്ട് നമുക്ക് ഈ വർഷം തന്നെ സ്തോത്രം, അതായത് ജനുവരി മാസത്തിന് മുമ്പായിട്ട് നമുക്കൊരു മീറ്റിംഗ് സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തുനിന്ന് ക്രമീകരിക്കാൻ ദൈവഹിതമായാൽ നമുക്കത് നടക്കണം. എല്ലാവർക്കും ഒന്ന് കൂടി വരാനും കാണാനും അതൊരു അനുഗ്രഹമായിരിക്കും. അതിനായിട്ട് കൂടി പ്രാർത്ഥിക്കണം. നമ്മുടെ റേമ പ്രയർ മിനിസ്ട്രിയിൽ 81 കുടുംബങ്ങളുണ്ട്. കുടുംബങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. ഈ വിഷയങ്ങളൊക്കെ മിനിസ്ട്രി വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിന്റെ അഡ്മിന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. മറ്റേ ഈ ഗ്രൂപ്പിന്റെ ഉന്നമനത്തിന് വേണ്ടി അനേകര് എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുകയും കൈത്താങ്ങല് തരികയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥന ചോദിക്കുന്നു. അതിൽ മറ്റൊരു വിഷയം, എൻ്റെ ബ്രദർ പനിയായിട്ട് നല്ല പനിയാൽ ഭാരപ്പെടുന്നു. ബ്രദർ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഈ കുടുംബത്തെ ദൈവകരങ്ങളിൽ എല്ലാവരും വിശ്വാസത്തിൽ വരാനായിട്ട് ചോദിക്കുന്നു. ഓക്കെ.
നമ്മുടെ കുടുംബങ്ങളിൽ കൃത്യമായി 51 കുടുംബങ്ങളിൽ രക്ഷിക്കാത്ത കുടുംബങ്ങൾ പലതുണ്ടല്ലോ. കുടുംബങ്ങളായിട്ട് രക്ഷിക്കപ്പെടാം. ഒന്നെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, മക്കള്, കൊച്ചുമക്കള്, മരുമക്കള്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരിക്കുന്ന കുടുംബങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് 7-ാം മാസം വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന് വലിയ ഒരു സ്പർശനം ഓരോ ജീവിതങ്ങളെ, അങ്ങനെയുള്ള ജീവിതങ്ങളെല്ലാം സ്പർശിപ്പാൻ കുടുംബങ്ങളായി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പോലെ തന്നെ യോശുവയോട് ചേർന്ന് പറയുന്ന അനുഭവങ്ങൾ കർത്താവ് നൽകുവാൻ വളരെ നാളുകളായിട്ട് പറഞ്ഞ വിഷയങ്ങളുണ്ട്. ചിലവരൊക്കെ ഭവനങ്ങളിൽ പീഡ അനുഭവിച്ച അനുഭവങ്ങൾ, ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്. സ്വന്തം പല രീതിയിൽ അവർക്ക് സഹായം ലഭിക്കാത്ത അനുഭവങ്ങളുണ്ട്. വിശ്വാസം വന്നു നിമിത്തമായിട്ട്, സ്നാനപ്പെട്ട നിമിത്തമായിട്ടൊക്കെ അങ്ങനെയുള്ളവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ, ക്ഷണിച്ചു പോകാതെ അന്ത്യം വരെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസിച്ചവർ നിൽപ്പാനും, കർത്താവ് ഈ ദിവസങ്ങൾ വലിയൊരു പ്രവൃത്തി, ശീഘ്രമായൊരു പ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒന്നുകൂടെ ഉണ്ട്. നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ സ്വന്തം വിശ്വാസത്തിൽ അവർ ഉറച്ചെൽപ്പാൻ, വചനപ്രകാരം അവർ സഭകളെ, പ്രസ്ഥാനങ്ങൾ നയിക്കുവാൻ, സമ്പത്തിന് വേണ്ടിയും അതുപോലെ മറ്റുള്ള സ്ഥാനമോഹത്തിൻ്റെയും ഒക്കെ പല കാര്യങ്ങൾ ചെയ്ത് കർത്താവിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിനെല്ലാം കർത്താവ് അവരെ അതിൽ നിന്ന് അകറ്റുവാൻ, സ്വത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ, കർത്താവിൽ പ്രാപിച്ച ആ ദർശനം, ആ വചനം, അതിൻ്റെ ആ സത്യത്തോടെ തന്നെ അതവർ പ്രസ്താവിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളായി തീരുവാൻ നമ്മുടെ സകല എല്ലാ പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരെ ഓർത്തും അവർ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ തലമുറകളെല്ലാം നല്ല സാക്ഷ്യത്തോടെ ജീവിക്കുന്ന അനുഭവങ്ങളായി തീരുവാൻ നമുക്ക് അവരെയും വഹിച്ചും പ്രാർത്ഥിക്കാം. ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മളെല്ലാം ആത്മാവിൽ ഏകമനസ്സോടെ ജാഗരിക്കുമ്പോൾ പരമസ്വരി നമ്മളെ പ്രാർത്ഥന സഹായിക്കും. 7-ാം തീയതിയല്ലേ ചേച്ചി പറഞ്ഞത്? 7, 8, 9. അതെ 7, 8, 9 തിങ്കൾ പിന്നെ 1-2 വിഷയമുണ്ടല്ലോ. ഗ്രൂപ്പിലെ രോഗികളായി കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടഭാരത്തിലായിരിക്കുന്നവരെ, ഗൗരവമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. വിവാഹപ്രായമായിട്ട് 8:15 വരെയുള്ള സമയമുണ്ട്. അധികം 40 മിനിറ്റ് സമയം കൊടുത്താൽ മതി. നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ എന്തോ കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇപ്പൊ വീഡിയോയിൽ വന്നിരിക്കുന്ന അച്ഛനോട്ട് പ്രത്യേകം നടക്കാൻ വയ്യാത്ത ഒരു ദേവദാസനാണ്. എന്നാൽ ഒരു മീറ്റിംഗ് മെനത്തോണ്ട് നിന്നുകൊണ്ട് പോലും അത്ര ഉത്സാഹത്തോടെ മീറ്റിംഗ് സമ്മതിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അബികാമ നമുക്കറിയില്ല, പൊന്നസോരിക്ക് അറിയാം കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ അവരുടെ ഓർത്ത് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനെ സ്നേഹസ്വരൂപനായ ദൈവമേ,